ക്ഷേത്രഭൂമികൾക്കുള്ള നഷ്ടപരിഹാരത്തുക സർക്കാർ തട്ടിയെടുത്തത് ചോദ്യം ചെയ്ത് വിശ്വഹിന്ദു പരിഷത്തിന്റെ ഹർജി. ഹൈവേ വികസനത്തിന് വിട്ടുനൽകിയ ക്ഷേത്രഭൂമികൾക്കുള്ള നഷ്ടപരിഹാരത്തുകയും പലിശയും സർക്കാരിൽ നിന്ന് ഈടാക്കണമെന്നാണ് ആവശ്യം. നഷ്ടപരിഹാരത്തുകയായ കോടികൾ സർക്കാർ കൈക്കലാക്കിയതും വിചിത്ര അവകാശവാദവും പുറത്തു കൊണ്ടുവന്നത് ജനം ടിവിയാണ്. ജനം എക്സ്ക്ലൂസീവ്. സർക്കാർ നേതൃത്വത്തിൽ നടക്കുന്ന കോടാനുകോടികളുടെ ദേവസ്വം ഭൂമിക്കൊള്ളയിൽ ജനം ടി വി പുറത്തുവിട്ട തുടർ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് വിശ്വഹിന്ദു പരിഷത്തിന്റെ ഹൈക്കോടതിയിലെ ഹർജി. ദേശീയപാതകൾക്ക് ദേവസ്വം ഭൂമി വിട്ടു നൽകിയതുമായി ബന്ധപ്പെട്ട് ആലപ്പുഴ ജില്ലയിൽ മാത്രം ലഭിച്ച 27 കോടിയോളം രൂപ ദേവസ്വം ബോർഡുകൾക്ക് നൽകാതെ സർക്കാർ സ്വന്തം കീശയിലാക്കിയിരുന്നു. 2023 ഭൂമി ഏറ്റെടുക്കലുകളുമായി ബന്ധപ്പെട്ട് പുറത്തിറക്കിയ ഉത്തരവിൽ ദേവസ്വം ഭൂമികളെല്ലാം ഗവൺമെന്റ് ഭൂമികളാണെന്നും സർക്കാർ അവകാശപ്പെട്ടിരുന്നു. ജനം ടി വി പുറത്തു കൊണ്ടുവന്ന ഈ രണ്ട് നിയമവിരുദ്ധ നീക്കങ്ങളും ചൂണ്ടിക്കാട്ടിയാണ് VHP സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് അനിൽ വിളയിൽ ഹർജി നൽകിയത്. ഹൈവേ വികസനത്തിന് വിട്ടു നൽകിയ ക്ഷേത്രഭൂമികൾക്കുള്ള നഷ്ടപരിഹാര തുക ദേവസ്വം ബോർഡിന് ലഭ്യമാക്കണമെന്നാണ് ഹർജിയിലെ ആവശ്യം. മൈനറായ ഭഗവാന്റെ സ്വത്ത് സർക്കാർ കൈക്കലാക്കുന്നത് നിയമവിരുദ്ധമായതിനാൽ നഷ്ടപരിഹാര തുകയും ഇത്രയും കാലത്തെ പലിശയും സർക്കാരിൽ നിന്ന് ഈടാക്കണമെന്നും ഹർജിയിലുണ്ട്. മേലിൽ സമാനമായ നഷ്ടപരിഹാരങ്ങൾ സർക്കാർ ഇടനിലയില്ലാതെ ദേവസ്വം ബോർഡിന് കൈമാറണം. ദേവസ്വം ഭൂമികളുടെ അവകാശം ദേവസ്വത്തിന് മാത്രമാണെന്നും സർക്കാരിന് അവകാശവാദം ഉന്നയിക്കാനാകില്ലെന്നും പ്രഖ്യാപിക്കണം. ദേവന്റെ സ്വത്ത് സർക്കാർ സൗജന്യമായി വിട്ടു നൽകിയ ഗവൺമെന്റ് ഭൂമിയിലാണെന്ന അവകാശവാദം 1950 ഹിന്ദു റിലീജിയസ് ആക്ടിന്റെ 327 സെക്ഷനുകളുടെ ലംഘനമാണെന്നും ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്നു. നഷ്ടപരിഹാരം കൃത്യമായി വാങ്ങിയെടുക്കുന്നതിലും അധിക തുക വാങ്ങിയെടുക്കുന്നതിലും വീഴ്ച വരുത്തിയ ദേവസ്വം ബോർഡിന് ഉത്തരവാദിത്തം നിറവേറ്റാൻ കഴിഞ്ഞില്ലെന്നും ഹർജിയിൽ വിമർശിക്കുന്നു. പ്രജിത് മോഹനൻ, ജനം, തിരുവനന്തപുരം.